ദേശീയപാതയിലെ ആമ്പല്ലൂർ അടിപ്പാതയുടെ നിർമ്മാണം 26-ന് ആരംഭിക്കാൻ തീരുമാനം. നിലവിൽ നടക്കുന്ന സർവീസ് റോഡുകളുടെ പുനരുദ്ധാരണം അതിനു മുൻപായി തീർക്കാനും ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. ദേശീയപാത 544-ലെ ആമ്പല്ലൂർ ഉൾപ്പെടെ തൃശൂർ ജില്ലയിലെ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. കെ രാമചന്ദ്രൻ MLA-യുടെ സാന്നിധ്യത്തിലായിരുന്നു യോഗം ചേർന്നത്. യോഗത്തിൽ പ്രധാനമായും ആമ്പല്ലൂർ, പേരാമ്പ്ര, മുരിങ്ങൂർ, ചിറങ്ങര അടിപ്പാതകളുടെയും കൊരട്ടി ഫ്ലൈ ഓവറിൻ്റെയും നിർമ്മാണങ്ങളെക്കുറിച്ചായിരുന്നു വിലയിരുത്തിയിരുന്നത്. പേരാമ്പ്രയിലെ പ്രവൃത്തി സെപ്റ്റംബർ 17, ചിറങ്ങര 21, ആമ്പല്ലൂർ 26, മുരിങ്ങൂർ ഒക്ടോബർ 2, കൊരട്ടി ഒക്ടോബർ 10 എന്നീ തീയതികളിലായി ആരംഭിക്കാനും തീരുമാനിച്ചു. 10 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. അടിപ്പാത നിർമ്മാണങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി സർവീസ് റോഡുകളിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി റോഡ് ഗതാഗത യോഗ്യമാക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിർമ്മാണം ആരംഭിച്ചാൽ സർവീസ് റോഡുകൾ വഴി വൺ വേ ഗതാഗതം മാത്രമേ അനുവദിക്കൂ എന്നും തീരുമാനിച്ചു. ആവശ്യമെങ്കിൽ പോലീസുമായി കൂടിയാലോചിച്ച് U-ടേൺ അനുവദിക്കും. എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയാണ് നിർമ്മാണ പ്രവർത്തികൾക്ക് തുടക്കം കുറിക്കുക. ആവശ്യമായ സൈൻ ബോർഡുകൾ, സുരക്ഷാ മുന്നറിയിപ്പ്, സൂചനകൾ എന്നിവ ദേശീയപാത അതോറിറ്റി സ്ഥാപിക്കും. നിർമ്മാണം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വ്യാപാരി വ്യവസായി പ്രതിനിധികളുമായി കെ രാമചന്ദ്രൻ MLA-യുടെ അധ്യക്ഷതയിൽ യോഗം ചേരാനും തീരുമാനമായി. കളക്ടറേറ്റിലെ വീഡിയോ കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ MS സുനിത, PC ബിജു, രാജേശ്വരി AD, MT മുരളി, ദേശീയപാത അതോറിറ്റി പ്രോജക്ട് ഡയറക്ടർ അൻസിൽ ഹസൻ, മറ്റു ജില്ലാതല ഉദ്യോഗസ്ഥരും പങ്കെടുത്തു.